ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോറിൽ പലരും നഷ്ടത്തിലാകുന്നത് ഡ്രസ്സ് മോശമായതുകൊണ്ടല്ല, തീരുമാനമെടുക്കുന്ന സമയത്ത് തെറ്റായ എക്സ്പെക്ടേഷൻ വെച്ചതുകൊണ്ടാണ്. ഇത് വൈറലാകും, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇത് ട്രെൻഡിലാണ്. ഇതൊക്കെ ഡാറ്റ ഇല്ലാത്ത ബിലീവ്സുകൾ മാത്രം. ഇന്നത്തെ മാർക്കറ്റിൽ വിജയിക്കുന്നവർ ബിലീവ്സ് കൊണ്ടല്ല, ഒബ്സർവേഷൻ കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. ഒരു ഡ്രസ്സ് ഇൻസ്റ്റഗ്രാമിൽ നല്ല വ്യൂസ് കിട്ടാം, കമന്റ് കിട്ടാം, കോംപ്ലിമെന്റ് കിട്ടാം. പക്ഷേ ഓർഡർ വരണമെന്നില്ല. വ്യൂസ് സെയിൽസ് അല്ല, ലൈക്സ് പ്രോഫിറ്റ് അല്ല. മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് ഇങ്ങനെ. റിപ്പീറ്റ് ബയേഴ്സ് ഉണ്ടോ? സെയിം ഡിസൈൻ വീണ്ടും ചോദിക്കുന്നുണ്ടോ? സൈസ് ഉണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ടോ? ഇതാണ് റിയൽ ഡിമാൻഡ് സിഗ്നൽ. പലരും കരുതുന്നു 100 ഓർഡേഴ്സ് വന്നാൽ ഞാൻ കോൺഫിഡന്റ് ആകും എന്ന്. പക്ഷേ ബിസിനസ്സിൽ കോൺഫിഡൻസ് വരുന്നത് ഫസ്റ്റ് സെയിൽ നിന്നാണ്. ഒരു അൺനോൺ കസ്റ്റമർ പണം കൊടുത്ത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത ആ നിമിഷം, അത് ഒരു വലിയ മൈൽസ്റ്റോൺ ആണ്. അത് സ്ലോ ആയാലും അത് ജെന്യുവൻ ആണെങ്കിൽ അതാണ് ശരിയായ തുടക്കം. 1000 രൂപയുടെ സെയിൽ വന്നാൽ 1000 രൂപ പ്രോഫിറ്റ് എന്ന് പുതിയവർ കരുതും. പക്ഷേ ഓൺലൈൻ ക്ലോത്തിങ്ങിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവസാനം കയ്യിൽ മിച്ചം വരുന്ന തുകയാണ്. ഷിപ്പിംഗ്, റിട്ടേൺ, പാക്കിംഗ്, പ്ലാറ്റ്ഫോം ഫീ, ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ മിച്ചം വരുന്ന പണം. അതാണ് റിയൽ പ്രോഫിറ്റ്. പലരും കരുതുന്നു ഡ്രസ്സ് കണ്ടാണ് കസ്റ്റമർ ജഡ്ജ് ചെയ്യുന്നത് എന്ന്. പക്ഷേ പലപ്പോഴും കസ്റ്റമർ ജഡ്ജ് ചെയ്യുന്നത് റിപ്ലൈ സ്പീഡ്, ആൻസർ ക്ലാരിറ്റി, പൊലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, കൺഫ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി. ഇവയാണ് ഒരു സ്മോൾ ബിസിനസ്സിനെ ഒരു ബിഗ് ബ്രാൻഡിൽ നിന്ന് വേർതിരിക്കുന്നത്. ഓൺലൈൻ ക്ലോത്തിംഗ് ബിസിനസ്സിൽ സ്ലോ ഗ്രോത്ത് ഫെയിലിയർ അല്ല, അത് ലേണിംഗ് ഫേസ് ആണ്. മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന ഫേസ്, കസ്റ്റമർ ബിഹേവിയർ വായിക്കുന്ന ഫേസ്. ഈ ഫേസ് സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ലേറ്റർ സ്റ്റേജിൽ നഷ്ടം വലുതാകും. ഈ കണ്ടന്റ് കണ്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരേണ്ടത് എനിക്കെല്ലാം അറിയാം എന്നതുകൊണ്ടല്ല. എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെ കെയർ വേണം, എവിടെ ഹറി വേണ്ട എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അതാണ് സേഫ് കോൺഫിഡൻസ്. ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ വിജയിക്കുന്നത് ലക്ക് കൊണ്ടല്ല, ക്ലാരിറ്റി, പേഷ്യൻസ്, കൺസിസ്റ്റൻസി. ഇവ മൂന്നും ചേർന്നാലാണ്. തെറ്റ് വരും, സ്ലോ ഡേയ്സ് വരും, സെയിലില്ലാത്ത ദിവസങ്ങൾ വരും. പക്ഷേ തെറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ അല്ല, അത് എക്സ്പീരിയൻസ് ആണ്. ഓൺലൈൻ ക്ലോത്തിംഗ് ബിസിനസ് ഇമോഷണലോടെ തുടങ്ങേണ്ടതല്ല, നോളജ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. നോളജ് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് വരും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നഷ്ടം കൺട്രോൾ ചെയ്യാം. നഷ്ടം കൺട്രോൾ ചെയ്താൽ വിജയം സമയമെടുത്താലും വരും. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇത് സഹായകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുമായി ഒന്ന് ഷെയർ ചെയ്യൂ. ഇനി ഇത്തരത്തിലുള്ള ക്ലിയറായ ബിസിനസ് കണ്ടന്റ് തുടർച്ചയായി വേണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി. വീണ്ടും വരിക.